ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും ഐക്യവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടായ്മകൾ പലപ്പോഴും തകർന്നു പോകാനുള്ള കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എളിമപ്പെട്ടുകൊണ്ട് അവരെന്നെ ഉയർത്തുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങും. ശരിയായ നേതൃത്വം നമുക്ക് ആവശ്യമുണ്ട്. നേതൃത്വം പറയുന്നത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ ഏതൊരു കൂട്ടായ്മയിലാണോ, ഏതൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണോ, അവിടെയെല്ലാം അധികാരികളെ നാം അനുസരിക്കണം. സഭയുടെ പഠനത്തോടുള്ള വിധേയത്വം ഉണ്ടാകണം. സഭ അധികാരികളെ ബഹുമാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വികലമായ ചില ചിന്തകൾ ചിലർക്കുണ്ടാകാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ തല വിറപ്പിക്കുകയും കൈ വിറപ്പിക്കുകയും സ്തുതിച്ചുകൊണ്ട് ശിശു എന്ന് പറയുകയോ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കുറേ സഭയുടെ പഠനങ്ങൾ കിട്ടിയതിന് ശേഷം കുറേ വ്യക്തികൾക്ക് അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സജീവമായ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. നമ്മൾ കുർബാന പുസ്തകം ഉപയോഗിച്ച് കുർബാന കാണുന്നതാണ് നല്ലത്. കാരണം ജനം ചെല്ലേണ്ട ഭാഗത്ത് ഉച്ചത്തിൽ ചെല്ലുകയും പുരോഹിതൻ ചെല്ലുന്ന ഭാഗം മൗനമായി ഹൃദയത്തിൽ ചെല്ലുകയും ചെയ്യണം. അതോടാണ് പുസ്തകം നോക്കി വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പല വിചാരം നമുക്കുണ്ടാവുകയില്ല. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, അതായത് ഈശോയുടെ ശരീര രക്തങ്ങളുമായി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ആ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അത് ഹൃദയം കൊണ്ടാണ് നന്ദി പറയേണ്ടത്. നമ്മളവിടെ കൈ വിറപ്പിക്കുകയോ തല വിറപ്പിക്കുകയോ ചിലരൊക്കെ കമന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായി എന്തോ നീയാണെന്ന് നീ ഭാവിക്കുന്നു. അതൊക്കെ വികലമായ ചിന്തകളാണെന്ന് തിരിച്ചറിയണം. ദൈവം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ ആനന്ദിക്കുകയാണ് വേണ്ടത്. ഈശോയുടെ ശരീര രക്തങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ക്രിസ്തു എൻ്റെ ഭാഗമായി തീരുകയല്ല ചെയ്യുന്നത്, ഞാൻ ഈശോ മിശിഹായുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതിൽ ആനന്ദിക്കുക. കുർബാനയിൽ സജീവമായി പങ്കാളിയാവുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ദൈവം വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരമെന്ന്. അപ്പോൾ ഈശോ എന്നിൽ എപ്പോഴും ഉണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമ്പോൾ പക്വതയാർന്ന ഒരു നേതൃത്വം നമുക്കുണ്ടാകും. പക്വതയാർന്ന മാനസാന്തര ജീവിതം നമ്മൾക്കുണ്ടാകും. അത് ഒരിക്കൽ മാത്രം മാനസാന്തരപ്പെട്ട് ജീവിക്കേണ്ടതുള്ളതല്ല, നിരന്തരമായി മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ കൂട്ടായ്മകളൊക്കെ ഒരു ഭാരവാഹിയായി മാറുകയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവായിട്ട് മാറുകയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നവരായി മാറുന്നു. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തര അനുഭവം ഉണ്ടാകുന്നില്ല. ഒന്ന് ചെറുതാകാൻ വേണ്ടി ഒന്ന് വിട്ടുകൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ വളരുന്നത്, നമ്മുടെ ധ്യാനകേന്ദ്രം വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫെഡറിക് അവസാനം വിൻസെൻ്റ് പോളിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, വിൻസെൻ്റ് പോൾ സംഘടനയൊക്കെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ് ഫെഡറിക് ഓസാമിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ നവീകരണം കുറെ കഴിയുമ്പോൾ ഒരു ഏജൻസി പോലെയാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് വരുന്നു, ഞാൻ കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് പോകുന്നു, കുറച്ച് പേരോട് വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഒരു ഏജൻസി പോലെ പ്രവർത്തിക്കുക. യഥാർത്ഥമായ നവീകരണം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ശൈലി കണ്ട്, നമ്മുടെ ജീവിതം കണ്ട് അനേകർ നമ്മളിലേക്ക് വരും. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്, പത്രോസിനൊക്കെ പ്രസംഗം കേട്ടപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അവരോട് മാംസം സ്വീകരിക്കുവാനോ ക്രിസ്ത്യാനിയാകുവാനല്ല പറഞ്ഞത്. അവരിങ്ങോട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷകളിലുമൊക്കെ
ആത്മാവിൻ്റെ പ്രവാഹം ശക്തമായിട്ടുണ്ടെങ്കിൽ ജനം ഇങ്ങോട്ട് വരും. നമ്മളൊരു ഏജൻസി പോലെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.